ചെമ്പനീർ പൂ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റോഷൻ ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ട് അമ്പലത്തിലേക്ക് തിരിച്ചെത്തുകയാണ്. എന്നിട്ട് ഉള്ളിലേക്ക് കയറി നോക്കുമ്പോൾ അവിടെ ഒന്നും ആരും കാണുന്നില്ല കേട്ടോ. കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവർ പോയോന്നൊക്കെ ചിന്തിച്ചും കൊണ്ട് റോഷൻ നേരെ വർഷയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. വർഷയുടെ ഫോണാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ആണ്. അങ്ങനെ അമ്പലത്തിൽ നിന്ന് നേരെ വർഷയുടെ വീട്ടിലേക്കാണ് കേട്ടോ ചെല്ലുന്നത് റോഷൻ. അങ്കിൾ എന്ന് വിളിച്ചുകൊണ്ടാ വരുന്നത്. വാ മോനെ, എന്താ എന്ന് ചോദിക്കുമ്പോഴേക്കും അങ്കിൾ വർഷ എവിടെ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ടാണ് റോഷൻ വീട്ടിനുള്ളിലേക്ക് കയറി വരുന്നത്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ പോയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ, ഒരുമിച്ചാണ് പോയത്, പക്ഷെ ഒരുമിച്ചല്ലല്ലോ വന്നത്. ഇവിടുന്ന് ഞങ്ങൾ അമ്പലം വരെ പോയി. അവിടുന്ന് മാരേജിന് ഗിഫ്റ്റ് കൊടുക്കണോ എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടു. അവള് തിരിച്ചു വന്ന് നോക്കിയപ്പോഴേക്കും അവൾ അവിടെ ഇല്ല. അമ്പലത്തിൽ അവൾ ഇല്ലായിരുന്നോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല, അമ്പലത്തിൽ അവൾ ഇല്ല, എവിടെ പോയെന്ന് അറിയില്ല. അവളെ ഫോൺ ചെയ്ത് ഞാൻ നോക്കി, ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആണ്. അവൾ എവിടെ? അവൾ എന്താ എന്റെ അടുത്ത് പറയാണ്ട് വന്നത്? അവളെ വിളിക്കുന്നൊക്കെ റോഷൻ പറയാണേ. മോനെ, അവൾ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ അവളെ എവിടെ പോയി പറ എന്നൊക്കെ പറഞ്ഞിട്ട് റോഷൻ ആകെ കല്ല് തുള്ളുകയാണ് കേട്ടോ. അവൾ എവിടെ പോയി, എവിടെ പറയാണ്ട് പോകുന്നു, ഇതൊക്കെ എന്തൊരു രീതികളാണെന്നൊക്കെ ചോദിച്ചിട്ട് ആകെ കല്ല് തുള്ളുന്ന റോഷന്റെ അടുത്ത് വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട്, അത് മോനെ, ഈ വർഷം എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. അവൾക്ക് ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം അവൾ മറക്കും. അവൾക്ക് ഒരു പക്ഷേ സ്റ്റുഡിയോന്ന് കോള് വന്നിട്ടുണ്ടാവും, ഉടനെ തന്നെ ഡബ്ബിങ്ങിന് പോയിട്ടുണ്ടാകും. അപ്പോഴേക്കും വർഷയുടെ അമ്മയും പറയുന്നുണ്ട്, അതേ മോനെ, അവിടേക്ക് പോയതായിരിക്കും അവള്. ഞാൻ ആ ജോലിക്ക് പോകണ്ട എന്നുള്ള കാര്യം ആദ്യം പറഞ്ഞതല്ലേ. അത് മോനെ, മാരേജിന് മുമ്പ് അവൾ ഏറ്റെടുത്തിരിക്കുന്ന കമ്മിറ്റ്മെന്റ്സ് എല്ലാം ചെയ്തു കൊടുക്കണ്ടേ. അവിടെ ഒരു പക്ഷേ സിഗ്നൽ ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. ചിലപ്പോഴൊക്കെ അവളെ കോൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെയാ ഉണ്ടാവാറെന്ന് അമ്മയും പറയാണ് കേട്ടോ. എന്ന് കരുതിയിട്ട് പറയാണ്ട് പോവാണോ? ഇതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അങ്കിൾ. ഐ ഡോണ്ട് ലൈക്ക് ദിസ് ഹെയ്റ്റ് ആറ്റിറ്റ്യൂഡ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ മൊത്തത്തിൽ റോഷൻ കലിയിലാണ് കേട്ടുള്ളത്. ഇല്ല മോനെ, ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് വർഷയുടെ അച്ഛൻ പറയുന്ന സമയത്ത് പറഞ്ഞേക്ക്. ഞാൻ ജോളിയായിട്ട് സംസാരിക്കുന്നുണ്ടെന്ന് കരുതിയിട്ട് അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കരുതെന്ന് പറഞ്ഞേക്ക്. എന്റെ ഡാഡിക്ക് ഇതൊന്നും ഒട്ടും ഇഷ്ടപ്പെടില്ല. അവരെ കുറിച്ചിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. അറിയാം മോനെ, തെറ്റ് തന്നെയാണ്. ഞാൻ വർഷയുടെ അടുത്ത് സംസാരിക്കാം. അവൾ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്നെ വിളിക്കാൻ വേണ്ടി പറ എന്ന് പറഞ്ഞുകൊണ്ട് റോഷൻ അവിടുന്ന് പോവാണേ. റോഷൻ പോയി കഴിഞ്ഞതിന് ശേഷം വർഷയുടെ അമ്മ ആകെ ടെൻഷനിലാണ്. ഏട്ടാ, അവൾ എവിടെ പോയി? അവൾ എന്തെങ്കിലും അബദ്ധം കാണിച്ചു കാണോ? അവൾ എവിടെ പോയിന്ന് അറിയില്ലല്ലോ. എവിടെ പോയി, എന്തിനു പോയി എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. ഇതെല്ലാം ആ എന്റെ പണിയാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം എനിക്കറിയാം. കാണിക്കുന്നത് രവീന്ദ്രന്റെ അരികിലേക്ക് ചന്ദ്രമതി വന്നിട്ട് പറയുന്നുണ്ട്, അല്ല, ഇവള് പോയിട്ട് കുറെ നേരമായല്ലോ. അമ്പലത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് അവള് പൂ കെട്ടാൻ തുടങ്ങിയോ? എന്തിനാ ഇപ്പൊ രേവതിയെ നീ അന്വേഷിക്കുന്നത്? എന്തിനാ അവളെ അന്വേഷിക്കുന്നതെന്നുള്ള കാര്യം രവീന്ദ്രൻ ചോദിക്കുന്ന സമയത്ത് എനിക്ക് വിശക്കുന്നു എന്ന് പറയണേ. അവള് പോകുന്ന സമയത്ത് എന്താ പാത്രങ്ങളൊക്കെ എടുത്തിട്ടാണോ പോയത്? അവൾ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടായിരിക്കല്ലോ പോയിട്ടുണ്ടാവുക. അതെടുത്ത് നിനക്ക് കഴിച്ചൂടെ? ശ്രുതിയും സുധിയും കൂടി വരുന്നുണ്ട് കേട്ടോ. വാ, നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അവരെ കൂട്ടി പോകുന്ന സമയത്ത് നീ എന്താ ജോലിക്ക് പോകുന്നില്ലേ എന്ന് ചോദിക്കാണ് കേട്ടോ രവീന്ദ്രൻ സുധീന്റെ അടുത്ത്. ആ പോണം എന്ന് ഇങ്ങനെ ഒരു പതറലോട് കൂട്ടിയിട്ട് പറയുന്ന സമയത്ത് നീ എന്താ ഓരോ ദിവസം ഓരോ സമയത്ത് ജോലിക്ക് പോകുന്നത്? ഈ ജോലിക്ക് സമയം ഒരു പ്രശ്നമല്ല അച്ഛാ, എപ്പോൾ വേണമെങ്കിലും പോവാം, എപ്പോൾ വേണമെങ്കിലും വരാം. നീ എന്താ പാർക്കിൽ പോയിട്ട് ഇരുന്ന് പോരുന്ന പോലെ പറയുന്നത്? അങ്ങനെ രവീന്ദ്രന്റെ ചോദ്യം കേൾക്കുന്ന സമയത്ത് സുധി നേരെ ചന്ദ്രമതിയാണ് കേട്ടോ നോക്കുന്നത്. അപ്പോഴേക്കും ചന്ദ്രമതി അരികിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എപ്പോഴും അവനോടുത്ത് ഓരോന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. നീ വാടാ, നീ ഭക്ഷണം കഴിക്കാൻ വാടാ എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് കൂട്ടിയിട്ട് പോവാണേ. അപ്പോഴേക്കും വർഷയുടെ അച്ഛനും അമ്മയും കൂടി രവീന്ദ്രന്റെ വീട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ. രവീന്ദ്ര എന്ന് വിളിച്ചും കൊണ്ടാണ് കയറി വരുന്നത്. നീ നിന്റെ തനി ഗുണം കാണിച്ചല്ലേ? നീയെല്ലാം ഒരു മനുഷ്യനാണോ? എന്നെ നാണം കെടുത്തിയില്ലേ എന്നൊക്കെ ചോദിക്കാണ് കേട്ടോ. ഇത് കേട്ട രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ എന്റെ വീട്ടിൽ വന്നിട്ട് ദേഷ്യപ്പെടുന്നത്? എന്തിനാ എന്റെ വീട്ടിലേക്ക് വന്നത്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? മതി, കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട. എന്റെ മകൾ എവിടെയെന്ന് ചോദിക്കാണ് കേട്ടോ വർഷയുടെ അമ്മ. അപ്പോഴേക്കും ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, അല്ല, ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നിട്ട് നിങ്ങൾ എന്തിനാ ഇദ്ദേഹത്തിന്റെ അടുത്ത് ചൂടാവുന്നത്, വായ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുന്നത്? ചന്ദ്രമതി അടങ്ങ്, എന്താ പ്രശ്നം എന്ന് രവീന്ദ്രൻ ചോദിക്കാണ് കേട്ടോ. ഇത് കേട്ട വർഷയുടെ അച്ഛൻ പറയുന്നത്, ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കാതെ എന്റെ മകളെ നിങ്ങൾ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? നിങ്ങളുടെ മകളെ കുറിച്ചിട്ട് എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കെങ്ങനെ അറിയുന്നത്? നിങ്ങളുടെ മകൻ എന്തോ എന്റെ മോളെ ചെയ്തിട്ടുണ്ട്, മര്യാദയ്ക്ക് എന്റെ മോളെ കൂട്ടിയിട്ട് വരാൻ വേണ്ടി പറയുന്നൊക്കെ പറയാണേ വർഷയുടെ അമ്മ. ഇല്ലെങ്കിൽ നടക്കുന്നത് വേറെ ആയിരിക്കും എന്ന് പറയാണേ. അപ്പോഴേക്കും ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, ഇവരെന്താ ഈ പറയുന്നത്? എന്താ സച്ചി വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? അപ്പോഴേക്കും സുധിയും പറയുന്നുണ്ട്, അവരെ പെണ്ണിനെ കാണാനില്ലെന്നല്ലേ പറഞ്ഞത്, അപ്പോ സച്ചിയേട്ടൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അവര് പറയുന്നത് സച്ചിയെ കുറിച്ചിട്ടല്ല, ശ്രീകാന്തിനെ കുറിച്ചിട്ടാണ്. ശ്രീകാന്തിനെ കുറിച്ചിട്ടോ? അവൻ എന്ത് ചെയ്യാനാ? ആ നാരയാണ് എന്റെ മോളെ കടത്തിക്കളഞ്ഞത്. എന്റെ മകനെ കുറിച്ചിട്ട് അനാവശ്യമായിട്ട് പറയരുത്. അപ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, നോക്ക്, നിങ്ങൾ എന്തോ തെറ്റായിട്ട് വന്ന് സംസാരിക്കുകയാണ്. രവീന്ദ്ര, ആരംഭത്തിലെ ഞാൻ പറഞ്ഞതാണ് നിന്റെ മകൻ എന്റെ മോളുമായിട്ട് സംസാരിക്കരുത് എന്നുള്ള കാര്യം.
ഇപ്പൊ എനിക്ക് സംശയം കുറച്ചും കൂടി ബലമായിട്ടുണ്ട്. എന്നെ അപമാനപ്പെടുത്താൻ വേണ്ടിയിട്ട് നിന്റെ മോനെ വെച്ചിട്ട് എന്റെ മോളെ കടത്തി കളഞ്ഞു. അപ്പോഴേക്കും ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ശ്രീകാന്ത് ഇവരുടെ മകളുമായിട്ട് സംസാരിച്ചു എന്നോ? അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, അപ്പോ അങ്ങനെയാണെങ്കിൽ ശ്രീകാന്ത് ഇവരുടെ മകളെ സ്നേഹിക്കുന്നുണ്ടെന്നാണോ? ഏയ് അങ്ങനെയൊന്നുമില്ല, അവനെന്തോ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇവരെന്തൊക്കെയോ കഥ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞാൻ എന്തിനാ കഥ പറയുന്നത്? അമ്പലത്തിലേക്കെന്ന് പറഞ്ഞ് എന്റെ മോള് പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. നിന്റെ മോൻ എന്തൊക്കെയോ പറഞ്ഞ് മയക്കിയിട്ട് എന്റെ മോളെ കൂട്ടിയിട്ട് പോയെന്നാ തോന്നുന്നത്. നിന്റെ മകളെ കാണാണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ അടുത്ത് വന്നിട്ടാണോ ചോദിക്കേണ്ടത്? എന്റെ മോൻ റെസ്റ്റോറന്റിൽ പോയതാണ്. അങ്ങനെയാണെങ്കിൽ അവനെ ഫോൺ ചെയ്തിട്ട് ഇവിടെ വരാൻ വേണ്ടി പറ എന്ന് പറയാണ് കേട്ടോ രവീന്ദ്രന്റെ അടുത്ത് വർഷയുടെ അച്ഛൻ. ഇപ്പൊ തന്നെ വിളിക്കാം, നിങ്ങൾക്ക് അവനെ കാണണം, അത്രയല്ലേ ഉള്ളൂ. അങ്ങനെ രവീന്ദ്രൻ ശ്രീകാന്തിന്റെ ഫോണിലേക്ക് വിളിക്കാണ് കേട്ടോ. ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ വർഷ ചോദിക്കുന്നുണ്ട്, അല്ല ശ്രീകാന്ത്, നീ ഇതുവരെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തില്ലേ? അച്ഛനാണ് വിളിക്കുന്നത്. എന്നെ കോൺടാക്ട് ചെയ്യുമെന്ന് കരുതിയിട്ട് ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിന്റെ നമ്പർ വെച്ചിട്ട് നമ്മൾ ട്രേസ് ചെയ്യും, അതിനു മുമ്പ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യും. ഇല്ല വർഷ, ഒരു പ്രാവശ്യം ഞാൻ അച്ഛന്റെ ഫോണൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് കാര്യം സംസാരിച്ചോട്ടെ. വേണ്ട ശ്രീകാന്ത്, എല്ലാവരും ഭയങ്കര ദേഷ്യത്തിലായിരിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും എല്ലാവരും എല്ലാം മറക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. മൊബൈൽ താ, സ്വിച്ച് ഓഫ് ചെയ്യാന്ന് പറഞ്ഞിട്ട് വർഷ ആ ഫോൺ മേടിച്ചിട്ട് ഫോൺ കട്ട് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയാണ്. എന്താ വെച്ചാൽ അവൻ ഫോൺ എടുക്കുന്നില്ല എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ അവൻ എന്തോ തിരക്കിലാണെന്ന് തോന്നുന്നു, ഫോൺ കട്ട് ചെയ്തു എന്ന് പറയാണേ. എന്റെ മോളെ കടത്തിക്കൊണ്ട് പോയാൽ അവൻ പിന്നെ ഫോൺ എടുക്കുമെന്ന് ചോദിക്കാണ് കേട്ടോ വർഷേന്റെ അമ്മ. നിങ്ങൾ ആവശ്യമില്ലാതെ സംസാരിക്കരുത് എന്നുള്ള കാര്യം ചന്ദ്രമതി പറയാണ്. അമ്മ എന്തൊക്കെ ഇത് എന്നുള്ള കാര്യം ഇങ്ങനെ ശ്രുതി ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും രവീന്ദ്രൻ വീണ്ടും ഒന്നും കൂടി വിളിച്ചു നോക്കുകയാണ്. അപ്പോൾ ഫോണ് സ്വിച്ച് ഓഫ് ആണ്. അങ്ങനെ രവീന്ദ്രൻ ആകെ ടെൻഷൻ അടിക്കുമ്പോൾ എന്താ വെച്ചാന്ന് ചോദിക്കുകയാണേ. അവന്റെ ഫോണ് സ്വിച്ച് ഓഫ്. ഇപ്പോൾ എങ്ങനെയുണ്ട് രവീന്ദ്ര എന്ന് ചോദിക്കുകയാണേ. തുടർന്ന് വർഷന്റെ അമ്മ പറയുന്നത്, ഏട്ടാ ഇവര് ഒന്നും അറിയാത്തതുപോലെ നടിക്കുകയാണ്, ഇവര് തന്നെയായിരിക്കും പറഞ്ഞു വിട്ടിട്ടുണ്ടാവുക. അപ്പോഴേക്കും ശ്രുതി, ഹലോ, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? എന്റെ അങ്കിളിനെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത്, വയസ്സിനുള്ള മര്യാദയെങ്കിലും കൊടുക്കണം. അവളെ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് കൂട്ടുനിന്ന ഇവർക്ക് എന്ത് മര്യാദയാണ് ഞാൻ കൊടുക്കേണ്ടത്? ഞങ്ങളുടെ പണത്തിന് വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? മിഡിൽ ക്ലാസിന്റെ ബുദ്ധി നിങ്ങൾ കാണിച്ചല്ലോ. അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ, നോക്ക്, കാര്യം അറിയാതെ സംസാരിക്കരുത്. എന്റെ മരുമകൾ നിങ്ങളെക്കാൾ ഇരട്ടി കോടീശ്വരിയാണ്. തുടർന്ന് ശ്രുതി അച്ഛനടുത്ത് ചോദിക്കുന്നുണ്ട്, അച്ഛ എന്തൊക്കെ ഇവർ ഈ പറഞ്ഞു തൊലയ്ക്കുന്നത്? ശ്രീകാന്ത് അങ്ങനെ ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അവൻ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? വേറെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. അപ്പോഴേക്കും വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട്, അയ്യോ, ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് നല്ല പിള്ള ചമയാണോ നിങ്ങളെന്തോ നിങ്ങളെ മകനെ നല്ല രീതിയിലാണ് വളർത്തിയെന്നൊക്കെ പറഞ്ഞല്ലോ, ഇതാണോ വളർത്തു ഗുണം? മര്യാദയ്ക്ക് പറഞ്ഞോ എന്റെ മോൾ എവിടെയെന്നൊക്കെ പറയുമ്പോഴേക്കും അവരുടെ വീട്ടിലേക്ക് പോലീസുകാർ വണ്ടിയായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അറിയില്ലെന്ന് പറഞ്ഞില്ലെന്ന് രവീന്ദ്രൻ പറയുമ്പോഴേക്കും നിന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് വർഷയുടെ അച്ഛൻ കോളറിൽ കയറി പിടിക്കുകയാണ്. നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴേക്കും എല്ലാവരും പിടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും രവീന്ദ്രൻ തന്നെ അയാളെ അങ്ങോട്ട് ഒരു ഒറ്റ ഉന്ത് കൊടുത്തുകൊണ്ട് മാറ്റി നിർത്തുകയാണ്. മര്യാദയ്ക്ക് വീട് വിട്ടു പോകണം, അല്ലെങ്കിൽ ഞങ്ങൾ പോലീസിനെ വിളിക്കുന്നു ചന്ദ്രമതി പറയുമ്പോഴേക്കും പോലീസ് ഇപ്പൊ വരുമെന്ന് പറയണേ. അതേസമയം പോലീസ് ആ വീട്ടിനുള്ളിലേക്ക് എത്തുന്നുണ്ട്. ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മറുപടി പറയില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. സർ വരൂ, ഇയാളാണ് എന്റെ മോളെ കടത്തിയിട്ട് കൊണ്ടുപോയത്, അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയാണേ. സർ നിക്ക്, ഞാനൊന്ന് സംസാരിക്കട്ടെ. ഇവരുടെ പെണ്ണിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. ശ്രീകാന്ത് എന്ന് പറയുന്നത് അതെ എന്റെ മകനാണെന്ന് പറയാണ് രവീന്ദ്രൻ. അവനാണ് കടത്തിക്കൊണ്ട് പോയെന്ന് പറഞ്ഞിട്ടാണ് ഇവര് കംപ്ലൈന്റ് തന്നിരിക്കുന്നത്. അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, അയ്യോ, എന്റെ മകൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല, അവനൊരു പാവാണ്. സർ എന്നോടുള്ള പകയുടെ പുറത്താണ് ഇവര് അങ്ങനെ കംപ്ലൈന്റ് തന്നിരിക്കുന്നതെന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട്. സർ എന്റെ മകൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നവനല്ല. അപ്പോഴേക്കും വർഷയുടെ അമ്മ, ഇയാൾ കള്ളം പറയാണ്, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് സ്റ്റേഷനിൽ നിന്ന് നല്ലപോലെ കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ സത്യം പറയും. അപ്പോഴേക്കും പോലീസുകാരൻ പറയുന്നുണ്ടോ, സർ നിങ്ങൾ സ്റ്റേഷൻ വരെ ഒന്ന് വരണോ എന്നുള്ള കാര്യം. സർ ഞാൻ എന്തിനാ സ്റ്റേഷനിലേക്ക് വരുന്നത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു ഞാനും, റിട്ടയർഡ് ആയതാണ്. എനിക്കും റൂൾസ് ഒക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് വെറുതെ നിങ്ങൾക്ക് എന്നെ അങ്ങ് അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോഴേക്കും ഓഫീസർ തൊപ്പിയൊക്കെ ഊരിയിട്ട് പറയുന്നുണ്ട് കേട്ടോ, സർ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതല്ല, അവരുടെ പെണ്ണിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അവർ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിസ്തരിക്കാൻ വേണ്ടിയിട്ടാണ് സർ ഞങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, സർ ചോദിക്കാനും പറയാനുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ ചോദിച്ചാൽ പോരെ, എന്തിനാ അങ്കിൾ സ്റ്റേഷനിലേക്ക് വരുന്നത്? സീനിയർ സിറ്റിസൺസിനെ ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യാലോ, സ്റ്റേഷനിലേക്ക് വരേണ്ട ആവശ്യമില്ലാന്ന് റൂൾസ് ഉണ്ട്. ഇപ്പോൾ കണ്ടല്ലോ സർ, ഇപ്പോൾ എല്ലാ തെറ്റുകളും ചെയ്തിട്ട് അവർ റൂൾസ് പറയുന്നത്. സർ എനിക്കിവർ പെൻഷൻ പോലും തരാതെ അത് തടഞ്ഞു വെച്ച ആളാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ കോർട്ടിൽ പോയിട്ട് 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം മേടിച്ചു. അതിന് പ്രതികാരമായിട്ടാണ് ഇവർ ഇങ്ങനെ ഒരു കള്ള കേസ് ഉണ്ടാക്കി തന്നത്. സർ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്ന് ഒരു ലെറ്റർ എഴുതി തന്നാൽ മതി, അത് മാത്രം മതി. ഇത് ഫോർമാലിറ്റിയാണ്. എന്താണെങ്കിലും നമുക്ക് ഇവിടുന്ന് സംസാരിക്കാം. എന്റെ മോൻ ശ്രീകാന്ത് ജോലി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്, അവനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞുവിടാം. അപ്പോഴേക്കും കൂടെയുള്ള മറ്റൊരു പോലീസുകാരൻ പറയുന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, പെട്ടെന്ന് തന്നെ സ്റ്റേഷനിലേക്ക് വാ.
മൂത്തവർക്ക് ബഹുമാനം കൊടുത്ത് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ആ പോലീസുകാരനെ വാൺ ചെയ്യാണ് കേട്ടോ മറ്റേ ആള്. സാർ ഇപ്പം തന്നെ വന്നിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി തന്നോളൂ, അല്ലെങ്കിൽ ഞങ്ങൾ വാറണ്ടുമായിട്ട് വന്നിട്ട് സാറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും. സാറിന് നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്, സാർ വരൂ. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ വരാ എന്ന്. അപ്പോഴേക്കും ചന്ദ്രമതി ചോദിക്കുന്നത് നിങ്ങൾ എന്തിനായി പോകുന്നത്? അവര് പറയുന്നത് പോലെ എഴുതി കൊടുത്തിട്ട് വരാ എന്ന് പറയാണ്. സാർ ഡ്രസ്സ് ചെയ്തിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് രവീന്ദ്രൻ പോവാണ്. അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അവരുടെ കൂടെ പോവാണ് കേട്ടോ. അങ്ങനെ ജീപ്പ് കയറാൻ വേണ്ടി പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് എന്തിനാ അച്ഛനെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്, എൻ്റെ കാറിൽ ഞാൻ പുറകെ വന്നോളാം എന്ന് പറയുമ്പോൾ സാർ ഇവരെ വിശ്വസിക്കരുത്, അവർ ഓടിപ്പോകുന്നുള്ള കാര്യം വർഷയുടെ അച്ഛൻ പറയുകയാണേ. സാർ ഞങ്ങൾ പറയുന്ന ഒന്ന് കേൾക്കൂ, ജീപ്പിൽ കൊണ്ടുവന്നത് പോലെ തന്നെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നിട്ടോളാം എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ശ്രുതി നമുക്കും കൂടെ പോകാമെന്ന് ശ്രുതി പറയാണ്. അങ്ങനെ ആരും വരണ്ട എന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ കയറി പോകുന്ന അതേ സമയമാണ് രേവതി ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നത്. അങ്ങനെ പുറകെ വണ്ടിയിൽ ശ്രുതിയും അതുപോലെ ചന്ദ്രമതിയും ശ്രുതിയും കൂടി പോകുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് വന്ന രേവതി അവിടെ നിൽക്കുന്ന ആൾക്കാരോട് ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്തിനാ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നത്, ഇവിടുത്തെ മകൻ ഏതോ പെണ്ണിനെ കടത്തിക്കൊണ്ട് പോയി എന്നുള്ള കാര്യം പറയുമ്പോൾ അയ്യോ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് രേവതി അതിന്റെ പുറകെ തന്നെ ചെല്ലുകയാണേ. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം പോലീസുകാരുടെ സ്വഭാവം മാറുകയാണ് കേട്ടോ. ശ്രുതി പറയുന്നുണ്ട് സാർ എന്താ വേണ്ടെന്ന് വെച്ചാൽ എഴുതി മേടിച്ചിട്ട് ഞങ്ങൾക്ക് പോകായിരുന്നു എന്ന് പറയുമ്പോൾ പോകാം ആദ്യം പെണ്ണ് എവിടെയുള്ളെന്നുള്ള കാര്യം പറ, എന്നതിന് ശേഷം പോവാ എന്ന് പറയുകയാണേ. സാർ എന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്, സ്റ്റേറ്റ്മെന്റ് എടുത്തതിന് ശേഷം അങ്കിളിനെ വിടൂ എന്നുള്ള കാര്യമല്ലേ പറഞ്ഞെന്ന് ശ്രുതി ചോദിക്കുന്ന സമയത്ത് ഇവരുടെ മേലെയും അതുപോലെ ഇവരുടെ മകന്റെ മേലെയും പെണ്ണിനെ കടത്തിക്കൊണ്ടുപോയി എന്നുള്ള പേരിൽ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. പയ്യനെ കാണുന്നുമില്ല, അപ്പൊ തന്നെ മനസ്സിലാക്കാലോ ഇതിൽ ഇവർക്ക് എന്തൊക്കെയോ സംബന്ധമുണ്ട് എന്നുള്ള കാര്യം. അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് സാർ ഇവരൊരു പാവാണ്, ഇവർ വിടണം, ഇവർക്കൊന്നും അറിയില്ല എന്നൊക്കെ. അപ്പോഴേക്കും വർഷയുടെ അച്ഛനും അമ്മയും കൂടി കയറി വരുന്നുണ്ട്. സാർ ഇവർ പറയുന്നത് വിശ്വസിക്കരുത്, ഇയാളൊരു കള്ളനാണ്, കള്ളത്തിനെ മാത്രമേ പറയുള്ളൂ. അപ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട്. സാർ അങ്ങനെയൊന്നും സംസാരിക്കരുത്, എൻ്റെ അച്ഛൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ആളല്ല, ഇങ്ങനെയൊന്നും സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടാണ് ശ്രുതി. നീ മിണ്ടാതിരിക്കേ, ഒരു പെണ്ണിനെ പ്രസവിച്ചവർക്കും വളർത്തിയവർക്കും മാത്രമേ അതിന്റെ വേദന അറിയുള്ളൂ. അടുത്ത ദിവസം അവളുടെ കല്യാണം ഉറപ്പിച്ചു വെച്ചതാണ് ഞങ്ങളെന്ന് വർഷയുടെ അമ്മ പറയാണ്. അത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇതെല്ലാം കേട്ട് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് ഇവരെന്തൊക്കെയായി പറയുന്നത്, ഇതൊന്നും കേട്ടിട്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിക്ക് ചന്ദ്രേ, സാർ ഞാൻ എത്രയോ തവണ പറഞ്ഞല്ലോ എനിക്കറിയില്ല എന്നുള്ള കാര്യം, ഇനി ഞാൻ എത്ര തവണ പറയണം, എനിക്കൊന്നും അറിയില്ല, എന്റെ മോൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. പിന്നെ എന്തിനാ നിങ്ങളുടെ മകൻ ഫോൺ ഓഫാക്കി വെച്ചിരിക്കുന്നത്, ഇവരുടെ മകളുമായിട്ട് നിങ്ങളുടെ മകന് ബന്ധമുള്ളത് നിങ്ങൾക്ക് അറിയായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവൻ അവളുടെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമാണ് കണ്ടത്, അങ്ങനെ ആക്കി വെച്ചത് തന്നെ ഇയാളാണ് എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ട്. ഞാൻ എന്തിനാ നിങ്ങളെ നാണം കെടുത്തുന്നത്, നിങ്ങളാണല്ലോ എന്റെ പെൻഷൻ തടഞ്ഞു വെച്ചത്. ഞാൻ കോർട്ടിൽ പോയിട്ട് അത് വാങ്ങി, ജഡ്ജി ഇവരെയാണ് ചീത്ത വിളിച്ചത്, ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. എനിക്ക് എന്റെ മോളെ കിട്ടണം, ഇയാളെ ചോദ്യം ചെയ്യേ. ഇത് സാധാരണ കേസല്ല, പെണ്ണിനെ കാണാണ്ടായതാണ്, പെണ്ണിനെ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളെ കുടുംബം മൊത്തം ജയിലിലാവും. സത്യം പറഞ്ഞോണോ അതാ നല്ലതെന്ന് പറയുമ്പോൾ സാർ ഞാൻ എത്ര തവണ പറഞ്ഞു, ഇത് തന്നെ വീണ്ടും പറയണം. എങ്ങനെയൊന്നും ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അവർ സത്യം പറയില്ല, ഉള്ളിലിട്ടിട്ട് അവരെ അടിച്ച് ശരിയാക്കണം എന്നുള്ള കാര്യം വർഷയുടെ അമ്മ പറയുമ്പോൾ സാർ അങ്ങനെയൊന്നും ചെയ്യരുത്, സാർ അവരൊരു പാവാണ്, അവർക്കൊന്നും അറിയില്ല, എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറയണം കേട്ടോ ചന്ദ്രമതി. സാർ ഇവർക്ക് അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്നുള്ളതിന് നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതാണല്ലോ പയ്യനെ കാണുന്നില്ല, അത് തന്നെ ഒരു വലിയ തെളിവല്ലേ സാർ, നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് കൂട്ടിയിട്ട് വന്നത്, പക്ഷേ ഇവിടെ വന്ന് സംസാരിക്കുന്ന രീതി തെറ്റാണ്. എന്റെ മോൻ തെറ്റ് ചെയ്യില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ആ പെണ്ണ് എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും, അത് എവിടെയാന്നുള്ള കാര്യം അന്വേഷിക്കാൻ പറ. എന്റെ മോൻ വരും എന്നുള്ള കാര്യം ഉറച്ച വിശ്വാസത്തിലാണ് കേട്ടോ രവീന്ദ്രൻ. അപ്പം അങ്ങനെയാണെങ്കിൽ അതുവരെ നിങ്ങൾ ഇവിടെ നിൽക്കാൻ വേണ്ടി പറയാണ്. എന്തിനാ എൻ്റെ അച്ഛൻ അതുവരെ ഇരിക്കുന്നെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ നീ ഇരിക്കുന്ന പറയാണ്. ഞാൻ എന്തിനിരിക്കണം, അങ്ങനെയാണെങ്കിൽ സംസാരിക്കേണ്ട പോകാൻ നോക്ക്. സാർ നിങ്ങളെപ്പോലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു അവരും, അതുകൊണ്ട് വിടാൻ വേണ്ടി പറയാണ് കേട്ടോ ചന്ദ്രമതി. എന്താ അങ്ങനെയുള്ള ആൾക്കാർക്ക് തെറ്റ് ചെയ്തൂടെ, ഇവരെ വിടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മോൻ ഇവിടെ വരണം, നിങ്ങൾക്ക് എവിടെ അറിയാമെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറയാണ് കേട്ടോ. എൻ്റെ അടുത്ത് രാവിലെ ജോലിക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവൻ ഇറങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വർഷയുടെ അച്ഛൻ പറയുന്നത് എൻ്റെ മോളെ ഇവൻ മയക്കിങ്ങാണ്ട് കടത്തി കളഞ്ഞതാണ്, സ്കൂൾ കുട്ടികളെ കടത്തി കൊണ്ടുപോകുന്നത് പോലെ നിങ്ങൾ സംസാരിക്കുന്നത്, നിങ്ങളുടെ മകൾ എവിടെയെങ്കിലും പോയെന്ന് കരുതിയിട്ട് എൻ്റെ അച്ഛനെ ഇതിനെ പിടിച്ചു വയ്ക്കുന്നത്. അത് കഴിഞ്ഞ് രവീന്ദ്രൻ പറയുന്നുണ്ട് സാർ എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, എന്തായാലും എൻ്റെ മകൻ വന്നു കഴിഞ്ഞാൽ ഞാൻ കൂട്ടിയിട്ട് വരാം, ഞങ്ങൾ പോവാന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ നിങ്ങൾ പോവാണെന്നോ, എന്താ വിരുന്നുകാരെ പോലെ വന്നതാണോ, നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ് സാർ, നോർമൽ എൻക്വയറി എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ കൂട്ടിയിട്ട് വന്നതെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ അങ്ങനെ കൂട്ടിയിട്ട് വന്നതുകൊണ്ട് നിങ്ങൾ ശബ്ദം ഇല്ലാണ്ട് വന്നു, അല്ലെങ്കിൽ ഞങ്ങൾ തൂക്കിയെടുത്ത് കൊണ്ടുവന്നേനെ, വലിയ ആളാണെന്ന് കരുതിയിട്ടാണ് ഞാൻ മര്യാദയോട് കൂടി സംസാരിച്ചത്, ഇനി പെണ്ണിനെ കിട്ടിയിട്ടില്ലെങ്കിൽ ഇവരെ ഞാൻ കോർട്ടിൽ ഹാജരാക്കും. അങ്ങനെ ഇയാൾ അവിടെ ഇരുത്താൻ വേണ്ടി പറയാണ് കേട്ടോ. അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് ചന്ദ്രമതി. എന്താ കൂടുതൽ സംസാരമൊന്നും വേണ്ട, പുറത്തു പോകാൻ വേണ്ടി പറഞ്ഞിട്ട് എല്ലാത്തിനും അവിടെ നിന്ന് പുറത്താക്കുകയാണ്. അത് കഴിഞ്ഞ് രേവതിയാണ് കേട്ടോ കാണിക്കുന്നത്. രേവതി ശ്രീകാന്തിനെയും വർഷയെയും വിളിക്കുന്നുണ്ട്. രണ്ടുപേരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആണ്, രണ്ടുപേരും ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചല്ലോ എന്ന് പറയാണ്. അത് കഴിഞ്ഞ് സച്ചിയെ ഫോണിൽ വിളിക്കുകയാണ് കേട്ടോ. എന്താ രേവതി പറ എന്ന് പറയുമ്പോൾ
രേവതി കരഞ്ഞോണ്ടിരിക്കുമ്പോൾ എന്താ രേവതി കാര്യം എന്താ, അമ്മ എന്തെങ്കിലും പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഇല്ല അച്ഛൻ എന്ന് പറയുമ്പോഴേക്കും അച്ഛൻ എന്താ, അച്ഛനെ പോലീസ് കൂട്ടിപ്പോയി. നീ എന്തൊക്കെയാ രേവതി പറയുന്നത്, അച്ഛൻ എന്തിനാ പോലീസ് കൂട്ടിക്കൊണ്ടുപോയത്? നമ്മുടെ ശ്രീകാന്ത് അമ്പലത്തിൽ വെച്ചെന്ന് പറയുമ്പോഴേക്കും സിഗ്നൽ പോവാണേ. ഹലോ രേവതി കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും സിഗ്നൽ കട്ടായി. ഒന്ന് പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടാൻ വേണ്ടി പറയാണ് കേട്ടോ. അങ്ങനെ രവീന്ദ്രൻ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്.